പത്താകുമ്പോൾ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്. എത്ര എണ്ണമായി? 7 എണ്ണം. പിന്നെ ഒരു 2 കൂടെ കൂട്ടുക. ഡിയും എസും കൂടെ ചേർത്താണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. 2 കൂടെ ചേർക്കുമ്പോൾ 9. 9 വെച്ച് 14. 14 നിങ്ങൾക്കറിയാം കണ്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതാണ് വേറൊരു കാര്യം. അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വേറൊരു കാര്യം. അവർക്ക് പകരം നമ്മൾ ബോറോണിനെയും ഹൈഡ്രജനെയും നേരത്തെ കാർബൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാർബണിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ, നൈട്രജന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ, സൾഫറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ, അതേ കണക്ക്. ഐപ്ലസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോസ് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ വരുന്ന ബൊറൈൻ ഹൈഡ്രേറ്റ്സിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബൊറൈൻ ഹൈഡ്രേറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ബൊറൈൻ ഹൈഡ്രേറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും പിന്നെ കുറച്ച് എക്സാമ്പിൾസും ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊരു ടൈപ്പ് മോളിക്യൂൾസിനെ പറ്റിയാണ്. അവരുടെ പേരാണ് കാർബൊറൈൻസ്. കാർബൊറൈൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബോറോണിൻ്റെയും ഹൈഡ്രജൻ്റെയും കൂടെ കാർബണും കൂടെ വരുന്നതേ ഉള്ളൂ. അത് മെറ്റാലോബൊറൈൻസ് നമ്മൾ അടുത്ത് പഠിക്കുന്നുണ്ട്. ഹെട്രോബൊറൈൻസ് എന്നും കൂടെ നമ്മളിവിടെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഹെട്രോബൊറൈൻസ് എന്ന് പറയാം കാർബൺ മാത്രമല്ല ചില വേറെ കോമ്പൗണ്ടുകളും, അതായത് കാർബണിൻ്റെ കണക്ക് കാർബൺ ഫാമിലിയിൽ വരുന്നതോ നൈട്രജൻ ഫാമിലിയിൽ വരുന്നതോ ഓക്സിജൻ ഫാമിലിയിൽ വരുന്നതോ അങ്ങനെയുള്ള ആൾക്കാരും കൂടി ഇവിടെ കയറി വരുന്നുണ്ട്. അതും കൂടെ കൊണ്ടാണ് നമ്മളതിനെ ഹെട്രോബൊറൈൻസ് എന്ന് ഞാൻ എടുക്കാൻ കാരണം. നമ്മുടെ സിലബസിൽ കാർബൊറൈൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. കാർബണും കൂടെ ബോറോൺ ഹൈഡ്രേറ്റ്സിൻ്റെ കൂടെ വരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ ഹെട്രോബൊറൈൻസ് എന്നും കൂടെ ചേർക്കുകയാണ്. കാരണം ബോറോണും ഹൈഡ്രജനും അല്ലാതെ വേറെ ഏത് എലമെൻറ്റ് വന്നാലും, പി ബ്ലോക്കിലെ വേറെ ഏത് എലമെൻറ്റ് വന്നു കഴിഞ്ഞാലും നമ്മളതിനെ ഹെട്രോബൊറൈൻസ് എന്നാണ് വിളിക്കുന്നത്. മെറ്റൽസ് വരുമ്പോൾ നമ്മളിതിനെ മെറ്റാലോബൊറൈൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. Carborines are boron carbon cluster compounds that bridge the gap between organic and inorganic chemistry. ഓർഗാനിക്കിനും ഇനോർഗാനിക്കും ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതാണ് ഈ കാർബൊറൈൻസ് എന്ന് പറഞ്ഞാൽ. കാരണം ബോറോണും ഹൈഡ്രജനും ഒക്കെ നമ്മൾ നോർമലി പറയുന്നത് ഇനോർഗാനിക്കിലാണ്, കാർബൺ ഹൈഡ്രജനൊക്കെ നമ്മൾ പറയുന്നത് ഓർഗാനിക്കിലാണ്. അപ്പം ബോറോണിൻ്റെ കൂടി കാർബണും കൂടെ വന്നപ്പോഴേക്കും ബോറോൺ ഇനോർഗാനിക്, കാർബൺ ഓർഗാനിക്, ആ ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കോമ്പൗണ്ടുകളാണ് കാർബൊറൈൻസ് എന്ന് പറയുന്നത്. മെറ്റാലോ കാർബൊറൈൻസ് ഇൻകോർപ്പറേറ്റ് മെറ്റൽ ആറ്റംസ് ഇൻ ടു ദീസ് ക്ലസ്റ്റേഴ്സ്. മെറ്റാലോ കാർബൊറൈൻസ് ആകുമ്പോഴത്തേക്ക് മെറ്റൽ ആറ്റവും കൂടെ ക്ലസ്റ്ററിൻ്റെ കൂടെ വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, നോക്കിയാലോ. ഇതാണ് നിങ്ങൾ മെയിനായിട്ടും പഠിക്കേണ്ടത്. അതായത് ബോറോൺ, അലൂമിനിയം. ബോറോൺ ഓൾറെഡി നമ്മുടെ കോമ്പൗണ്ടിലുള്ളതാണ്. അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇവരിൽ ആര് വന്നു കഴിഞ്ഞാലും അവരെ മാറ്റിയിട്ട് പകരം നിങ്ങൾക്ക് ആരെ കൊടുക്കാം? ബോറോണിനെ കൊടുക്കാം. കാരണം ബോറോണും ഹൈഡ്രജനും മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ കൂടെ. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ് ഇവരാര് വന്നു കഴിഞ്ഞാലും അവരെ മാറ്റിയിട്ട് നിങ്ങൾക്ക് അവർക്ക് പകരം BH എന്ന് കൊടുക്കാം. ബോറോൺ, ഹൈഡ്രജൻ, BH. കാരണം വാലൻസി നിങ്ങൾ നോക്കിയാൽ മതി. ബോറോണിൻ്റെ വാലൻസി 3 ആണ്. അപ്പോൾ 3 വാലൻസി വരുന്നവർക്കെല്ലാം ബോറോൺ കൊടുക്കാം. 4 വാലൻസി വരുന്നവർക്ക് ബോറോണും അതിനോടൊപ്പം ഹൈഡ്രജനും കൂടെ കൊടുക്കാം. കാരണം കാർബൺ വാലൻസി 4, അറ്റോമിക് നമ്പർ 6, ഇലക്ട്രോണിക് കോൺഫറൻസ് 2, 4, വാലൻസി 4. അതിന് 3 പകരം ബോറോൺ എന്ന് കൊടുക്കാം. ബാക്കി 1 പകരം ഹൈഡ്രജൻ എന്ന് കൊടുക്കുന്നു. അതാണ് BH എന്ന് എടുത്തേക്കുന്നത്. നൈട്രജൻ ഗ്രൂപ്പ്, നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മത്ത് ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ BH2 കൊടുക്കുക. 5 ആണ്. അതിൽ 3 എണ്ണം ബോറോൺ, ബാക്കി 2 എണ്ണം ഓരോ ഹൈഡ്രജൻ. അപ്പോൾ BH2. പിന്നെ ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറി ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ BH3 എന്ന് കൊടുക്കുക. ബോറോണും 3 ഹൈഡ്രജനും. ഏകദേശം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. അത്രയും സിമ്പിളായിട്ടൊരു ടോപ്പിക്കാണ് ഈ ബോറോൺ ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എന്നാൽ സിമ്പിളുമാണ് ടോപ്പിക്ക്. ഓക്കെ, മൂവിങ്. കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ അത്. ഓക്കെ, വായിക്കാം. കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം B10H12. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ ചിലപ്പം നമ്മളിനി ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോഴും ഇതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. ഇത് പലയിടത്തായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു സെക്ഷൻ എനിക്ക് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതാണ് കാർബോറൈൻ, ഇതിന് പകരം ഇത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തേക്കുന്നത്. 8 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ മോളിക്യൂൾ ഇതാണ് B10H12. ഇതാണ്, അതായത് ബോറോൺ ഹൈഡ്രൈഡ്സ് വെച്ചിട്ടാണ് ഇതെനിക്ക് ക്ലോസോ ആണോ, നിഡോ ആണോ, അരാക്കിനോ ആണോ, ഹൈപ്പോ ആണോ, ക്ലാഡോ ആണോ എന്ന് പറയാൻ പറ്റുന്നത്. കാരണം ഫോമിൽ അങ്ങനെയാണ് വന്നേക്കുന്നത്.
ബോറോണും ഹൈഡ്രജനും മാത്രമേ കാണാൻ പാടുള്ളൂ. കാർബൺ ഹെട്രോ ആറ്റംസ് ഒന്നും കാണാൻ പാടില്ല. കാർബൺ ഇത് ഒട്ടുമിക്കതും കാർബൺ ആണ്. പിന്നെ ഇവിടെ ഞാൻ സൾഫറും ഇവിടെ ഞാൻ ജെർമേനിയും എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് കാർബോറൈൻസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. പിന്നെ ഞാൻ എക്സ്ട്രാ സൾഫറും ജെർമേനിയും, അതായത് ഹെട്രോ, അതായത് ആ ഫാമിലി കാർബൺ നൈട്രജൻ ഓക്സിജൻ, ഈ 3 ഫാമിലിയിൽ ആര് വേണമെങ്കിലും വരാം. ബോറോൺ ഫാമിലിയിൽ ആൾക്കാരും വരാം. അതിന് വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിനകത്ത് കാർബൺ എനിക്ക് മാറ്റണം. അപ്പം കാർബൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വാലൻസി 4 കാർബൺ വാലൻസി 4 4 വരുമ്പോഴത്തേക്ക് കാർബണിന് പകരം 3 പകരം നമുക്ക് ബോറോൺ എന്ന് കൊടുക്കാം. ബാക്കിയുള്ള ഒരെണ്ണത്തിന് പകരം ഹൈഡ്രജൻ എന്നും കൂടെ കൊടുക്കാം. അപ്പോൾ കാർബണിന് പകരം ഞാൻ കൊടുക്കുന്നത് BH എന്നാണ്. BH. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതുന്നു, നോക്കിക്കോണേ. കാർബണിന് പകരം BH എന്ന് കൊടുക്കുന്നു. BH എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ടല്ലേ. BH C2 അല്ലേ, അപ്പോൾ BH2. ഇനി B10H12. ഓക്കെ, ഇനി ബോറോണിനെ ഹൈഡ്രജൻ 1 ആക്കുക. ഇവിടുത്തെ 2 ഇതിനെ എനിക്ക് B2H2 എഴുതാം. ഇവിടുത്തെ 10ഉം ഇവിടുത്തെ 2ഉം കൂടെ ചേർന്ന് ബോറോൺ 12. ഹൈഡ്രജൻ ഇവിടുത്തെ 12ഉം ഇവിടുത്തെ 2ഉം കൂടെ ചേർന്ന് 14. അപ്പം ബോറോൺ 12ഉം ഹൈഡ്രജൻ 14. ഇനി ബോറോണിൻ്റെ അതേ വാല്യൂ തന്നെ ഹൈഡ്രജനും ആക്കുക. അപ്പം ബോറോൺ 10 ബോറോൺ 12 ഹൈഡ്രജനും 12. ശരിയാണ്, ബോറോണും ഹൈഡ്രജനും 12 വീതം. ഓക്കെ, ബാക്കി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. 2 ഹൈഡ്രജൻ പോകുമ്പോഴത്തേക്ക് 2 നെഗറ്റീവ് ചാർജ്. അപ്പം B12H12 2- വരുന്നത് ക്ലോസോ. സോ നമ്മുടെ മോളിക്യൂൾ ക്ലോസോ ആണ് C2B10H12. ഓക്കെ, രണ്ടാമത് ചെയ്ത് നോക്കാം. C2B9H11 2-. അപ്പം C2ന് പകരം ഞാൻ എന്തെന്ന് കൊടുക്കുന്നു? സിക്ക് വരെ എന്ത് കൊടുക്കുന്നു? BH. സോ BH 2 എണ്ണം, പിന്നെ Bയിൽ 9 എണ്ണം, Hയിൽ 11 എണ്ണം 2-. ഓക്കെ, ഇനി ഞാൻ ബോറോൺ ഹൈഡ്രജനൊക്കെ ഒന്ന് കൗണ്ട് ചെയ്യുന്നു. ഇവിടുത്തെ 9ഉം ഇവിടുത്തെ 2ഉം കൂടെ ചേർന്ന് ബോറോൺ 11. ഓക്കെ, ഹൈഡ്രജൻ ഇവിടുത്തെ 11ഉം ഇവിടുത്തെ 2ഉം കൂടെ ചേർന്ന് ഹൈഡ്രജൻ 13 2-. ശരിയാണോ? B11H13 ഇവിടുത്തെ 9 ഇവിടുത്തെ 2ഉം കൂടെ ചേർന്ന് 11, ഇവിടുത്തെ 11ഉം 2ഉം കൂടെ ചേർന്ന് 13. ഇനി ഒരേ വാല്യൂ ആക്കണം. ഒരേ വാല്യൂ ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B11 ശരിയല്ലേ, H11, B11 H11. ബാക്കി എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 11 പോയി കഴിഞ്ഞാൽ ബാക്കി 2 എണ്ണം. ആ 2 എണ്ണം പോകുമ്പോഴത്തേക്ക് 2 നെഗറ്റീവ്, മുകളിൽ ഒരു 2 നെഗറ്റീവ് ഉണ്ട്, 2 കൂടെ ചേർന്ന് 4 നെഗറ്റീവ്. ഓക്കെ, അപ്പം 4 നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് നിഡോ ആണ്. കണ്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതാണ് വേറൊരു കാര്യം. അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വേറൊരു കാര്യം. ഓക്കെ, പിന്നെ ഇതിനകത്തുള്ള ഫ്രെയിം വർക്ക് ഇലക്ട്രോൺസിനെയൊക്കെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇത് തന്നെ നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഫ്രെയിം വർക്ക് ഇലക്ട്രോണും അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ എത്തുന്നതേ ഉള്ളൂ നമ്മളല്ലേ. ഓക്കെ, ഇനി C2B9H11 ചെയ്ത് നോക്കാം. കാർബൺ BH കൊടുക്കുക, കാർബണിന് പകരം BH 2 എണ്ണം, പിന്നെ ബോറോൺ 9 H11. ഓക്കെ, കൊടുത്ത് നോക്കാം. അപ്പം ഇതിൽ B9 ഇവിടുത്തെ 2ഉം കൂടെ ചേർന്ന് 11, H11 2ഉം കൂടെ ചേർന്ന് 13. സോ നമുക്ക് എങ്ങനെ എഴുതാം? B11 H11 2-. B11 H11 2- അല്ലേ, കാരണം H13 എണ്ണം ഉണ്ട്. 11 എടുക്കുമ്പോൾ ബാക്കി 2 എണ്ണം പോകണം, 2 എണ്ണം പോകുമ്പോൾ 2-. ശരിയല്ലേ? ഇതിനെ 2- നമ്മൾ വിളിക്കുന്ന പേര് ക്ലോസോ എന്നാണ്. ക്ലോസോ. ഓക്കെ, അടുത്തത് പോക്കാം. ഈ സാധനം. ഓക്കെ, ഇതിൽ കാർബണ് പറഞ്ഞാൽ BH എന്ന് എഴുതുന്നു. BH 2 എണ്ണം, പിന്നെ B5H5. ഇപ്പം തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി കാണും. എത്ര എടുത്തേക്കുന്നുണ്ട് ചെയ്ത് തീർക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, B5H7. ഇപ്പം ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 5ഉം കൂടെ ചേർന്ന് B7. പിന്നെ H7 2 9, B7H9. ഇനി എനിക്ക് ഇങ്ങനെ എഴുതാം, B7H7 2-. ശരിയല്ലേ? അപ്പോൾ ഇതാരാ? ക്ലോസോ. 2- വരുന്നത് ക്ലോസോയ്ക്കാണ്. അടുത്ത ചെയ്ത് നോക്കാം. C2ന് വരെ BH എന്ന് കൊടുക്കുന്നു. BH 2 എണ്ണം, B8 H10. ശരിയല്ലേ? BH 2 എണ്ണം, B8 H10. ഇവിടെ മൊത്തം 8ഉം 2ഉം 10 എണ്ണമാവും. B10 എണ്ണമാവും. H 10ഉം 2ഉം 12 ആവും. അപ്പോൾ എന്ത് കിട്ടും? B10 H10 2-. അതും ക്ലോസോ. അടുത്തത് കാർബൺ 4, അതായത് BH 4 എണ്ണം, പിന്നെ B2H6. അപ്പം ബോറോൺ ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടുത്തെ 4ഉം കൂടെ ചേർന്ന് 6 എണ്ണം. ഹൈഡ്രജൻ 6 എണ്ണം ഉണ്ട്, ഇവിടുത്തെ 4ഉം കൂടെ ചേർന്ന് 10 എണ്ണം. അപ്പോൾ എന്ത് കിട്ടും? B6H6. വേറെ മൈനസ് ഒന്നും ഇല്ലല്ലോ മുകളിൽ. അപ്പം 4 എണ്ണം പോകും. H6 ബാക്കി H 4 എണ്ണം കൂടെ ഉണ്ട് 10 ആവാൻ. ആ 4 എണ്ണം പോകുമ്പോൾ 4-. കേട്ടോ,
ശരിയല്ലേ? ക്ലോസോയും ഇടയുമാണ് ഞാൻ കൂടുതൽ എടുത്തേക്കുന്നത്. അല്ലേ, ഞാൻ അത് നോക്കിയില്ല. ക്വസ്റ്റ്യൻ എന്നെ കണ്ടപ്പോഴത്തേക്ക് എടുത്തതേ ഉള്ളൂ, നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്ത നോക്കാം. അത് നോക്കാം. സൾഫർ ഏത് ഫാമിലിയാണ് സൾഫർ? ഓക്സിജൻ സൾഫർ, ഓക്സിജൻ ഫാമിലിയാണ്. ഓക്സിജൻ ഫാമിലിയിൽ അവസാനത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്സിജൻ ഫാമിലിയിൽ അവസാനത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. 6ൽ 3 ബോറോൺ കൊടുക്കാം, ബാക്കി 3 ഹൈഡ്രജൻ. അപ്പോൾ സൾഫറിന് പകരം നിങ്ങൾ എടുക്കേണ്ട BH3 എന്നാണ്. ബോറോണിന് പകരം B, കാർബണിന് പകരം BH, നൈട്രജന് പകരം BH2, ഓക്സിജനും സൾഫറിനും സെലീനിയത്തിനൊക്കെ പകരം BH3. ഓക്കെ, ആ എണ്ണം വെച്ച് നോക്കിയാൽ മതി. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8, 2, 6, അവസാന ഷെല്ല് 6. അതിൻ്റെ ആ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവർക്കും അവസാനത്തെ ഷെല്ല് 6 ആയിരിക്കും. ഓക്കെ, 6. അപ്പം 6 ആകുമ്പോൾ 3 ബോറോണുള്ളൂ. ഒരു BB എടുത്ത് കളയരുത്, Bയും Hും കൂടെ ചേർത്ത് എടുക്കാൻ. 3 ബോറോൺ കൊടുക്കുക, ബാക്കിയുള്ള എല്ലാം ഹൈഡ്രജന് കൊടുക്കുക. ഓക്കെ, അപ്പം സൾഫറിന് പകരം BH3, ഒരു BH3 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ഇടുക. പിന്നെ B9H11. ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? ബോറോൺ ഇവിടുത്തെ 9, ഇതൊന്നും കൂടെ ചേർന്ന് 10, പിന്നെ H 11, 3, 14. പിന്നെ എങ്ങനെ എഴുതാം? B10 H10. എത്ര എണ്ണം പോണം? H ഇനി 4 പോണം. 4 മൈനസ് വരുമ്പോൾ ഏതെന്നറിയാമല്ലോ, നീട്ടോ. ഓക്കെ, ഇനി ജർമ്മേനിയം. ജർമ്മനി ഏത് ഫാമിലിയാണ്? കാർബൺ, സിലിക്കൺ, ജർമ്മേനിയം. അപ്പം കാർബണിൻ്റെ അതേ ഫാമിലി തന്നെ. കാർബണിന് പകരം നമ്മൾ കൊടുത്തത് BH എന്നാണ്. അപ്പോൾ ജർമ്മേനിയത്തിന് പകരം BH എന്ന് കൊടുത്താൽ മതി, BH. പിന്നെ അടുത്തത് C2 എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കാർബണിന് പകരം നമ്മൾ BH എന്നാണ് കൊടുക്കുന്നത്. അപ്പം BH, ആ BH 2. അപ്പോൾ ഈ 2 ഒന്നും കൂടെ ചേർന്ന് എനിക്ക് BH 3 നമുക്ക് കൊടുത്തുകൂടി. ആക്ച്വലി ജർമ്മേനിയം കാർബൺ ഫാമിലി തന്നെ. ജർമ്മേനിയത്തിന് പകരം നൈട്രജൻ ഒന്നും അല്ലായിരുന്നെങ്കിൽ BH2 നിങ്ങൾ കൊടുക്കേണ്ടി വന്നേനെ. BH2 കാർബണിന് പകരം BH ഒന്നും കൊടുക്കേണ്ടി വന്നേനെ. എന്തോ ആയാലും അങ്ങനെ സിമ്പിൾ. അപ്പം ജർമ്മേനിയത്തിന് പകരം BH, കാർബണിന് പകരം BH2. അപ്പം BH2 BH കൂടെ ചേർന്ന് BH3. ഓക്കെ, പിന്നെ വരുന്നത് B9H11. ഓക്കെ, ഇനി നമുക്ക് കൗണ്ട് ചെയ്യാം. ബോറോൺ ഇവിടെ 9 ഉണ്ട്, 9, 3 കൂടെ 10, 11, 12. H 11 ഉണ്ട്, ഇവിടുത്തെ 3 കൂടെ ചേരുമ്പോൾ 14. എന്താ കിട്ടും? B12 H12 2 മൈനസ് ക്ലോസോ. 2 മൈനസ് വരുന്ന ക്ലോസോയിലാണ്. ക്ലോസ്. സിമ്പിൾ വൺ, എല്ലാം ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊന്ന് എടുത്തതേ ഉള്ളൂ. ഇതാണ് കാർബോറൈൻസ് എന്ന് പറയുന്നത്. വേറെ കാര്യമൊന്നുമില്ല, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ എന്താണ് കാർബോറൈൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തതിലോട്ട് പോകുന്നു. നെക്സ്റ്റ്, മെറ്റാലോ കാർബോറൈൻസ്. ഇതെന്ന് പറയുന്നത് ഈ മെറ്റൽ കാർബൺ ആൾക്കാർ അതിനകത്ത് വരും. അതായത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് കാണും, അതിൻ്റെ കൂടെ ബോറോണും ഹൈഡ്രജനും കാണും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ബോറോൺ ഹൈഡ്രജൻ കോമ്പൗണ്ടിൻ്റെ കൂടെ വരുന്ന ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടിനെ ബോറോൺ ഫ്രാഗ്മെൻറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പം ഈ മെറ്റാലോ കാർബോറൈൻസ് എന്നാണ് ആക്ച്വലി പറയേണ്ടത്. ഒരു മെറ്റലും കാണും, ഒരു കാർബണും കാണും. അതൊരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്. മെറ്റൽ കാർബൺ ബോണ്ട് വരുന്നവരെയാണ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ നേരത്തെ ബോറോൺ ഹൈഡ്രജൻ്റെ കൂടെ കാർബണൊക്കെ അല്ലേ വന്നത്, അതിന് പകരം ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് കാണും. അതായത് കോർഡിനേഷൻ കോമ്പൗണ്ട് പോലൊരു സാധനം കാണും, അതിനകത്ത് മെറ്റൽ കാർബൺ ബോണ്ട് കാണണം. അതിനെയാണ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർ ഇവരുടെ കൂടെ കാണും. അപ്പോൾ അവർക്ക് പകരം നമ്മൾ ബോറോണിനെയും ഹൈഡ്രജനെയും നേരത്തെ കാർബൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാർബണിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ, നൈട്രജന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ, സൾഫറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ, അതേ കണക്ക്. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ വരച്ച് വെച്ചേക്കുന്നത്. കിട്ടിയില്ല ഇതെടുക്കാനായിട്ട്, അതുകൊണ്ടാണ് ബുക്കിനകത്തുള്ളത് ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. അത്രയേ ഉള്ളൂ. 13 ഇലക്ട്രോൺസ് ആണ് നിങ്ങളുടെ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടിൽ വരുന്നതെങ്കിലും 13. ഇപ്പം ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നു, ഇലക്ട്രോൺസ് നിങ്ങൾ കൗണ്ട് ചെയ്തപ്പോൾ 13 ഇലക്ട്രോൺ ആണെങ്കിൽ അത് മാറ്റിയിട്ട് അതിന് പകരം ബോറോൺ എന്ന് കൊടുത്തേക്കുക. ഓക്കെ, 14 ഇലക്ട്രോൺസ് ആണെങ്കിൽ BH എന്ന് കൊടുക്കുക, 15 ആണെങ്കിൽ BH2 എന്ന് കൊടുക്കുക, 16 ആണെങ്കിൽ BH3 എന്ന് കൊടുക്കുക. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പം 13 ആണെങ്കിൽ B, 14 ആണെങ്കിൽ BH, 15 ആണെങ്കിൽ BH2, 16 ആണെങ്കിൽ BH3. ഓക്കെ, ചെയ്ത് നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. ഇതാണ് നമ്മുടെ എക്സാമ്പിൾസ്. ഇത് ഒന്നാമത്തത് ഞാനത് പറയാം. ഇതെനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ എന്നാലും എഴുതാം. എനിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. B4H6 CO
CP ട്വൈസ്. ഇതാണ് നമ്മുടെ മോളിക്യൂൾ. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബോറോണും ഹൈഡ്രജനും അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് കൊബാൾട്ടും സൈക്ലോപെൻഡ ഡൈനിയൽ കോമ്പൗണ്ടും. സൈക്ലോപെൻഡ മീൻസ് 5 എണ്ണം വരുന്ന 5 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നൊരു കോമ്പൗണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾ ആദ്യം മാറ്റണം. മാറ്റിയിട്ട് അതിന് പകരം നേരത്തെ പറഞ്ഞ കണക്ക് 13 ഇലക്ട്രോൺ ആണെങ്കിൽ ബോറോൺ എന്നും, 14 ഇലക്ട്രോൺസ് ആണെങ്കിൽ BH എന്നും, 15 ഇലക്ട്രോൺസ് ആണെങ്കിൽ BH2 എന്നും, 16 ഇലക്ട്രോൺ ആണെങ്കിൽ BH3 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നോക്കാം. അപ്പോൾ ആദ്യം ഈ COCP2 എത്ര ഇലക്ട്രോൺസ് ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. COCP ഇതിന് നിങ്ങൾ ന്യൂട്രൽ റൂളാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് പഠിച്ചിട്ടില്ല. പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ 18 ഇലക്ട്രോൺ റൂളൊക്കെ വരും. അതേ ഒരു റൂളാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. കൊബാൾട്ട് നമുക്ക് എണ്ണാം. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്. 7ാമത്തെ ആൾ മീൻസ് 27ാമത്തെ ആൾ. 27ാമത്തെ ആളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 27 ആകുമ്പോഴത്തേക്ക് എത്ര ഇലക്ട്രോൺസ് കാണും? 27 ആകുമ്പോഴത്തേക്ക് ന്യൂട്രൽ റൂളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 27 ആകുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ കയ്യിൽ 9 ഇലക്ട്രോൺസ് കാണും. 7 എണ്ണം ഡിയിലെയും 2 എണ്ണം എസ്സിലെയും പ്ലസ്. ഓക്കെ, CP എന്ന് പറഞ്ഞാൽ സൈക്ലോപെൻഡ ഡൈനയിലാണ്. സൈക്ലോപെൻഡ ഡൈനയിൽ എന്ന് പറഞ്ഞാൽ 5 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. സൈക്ലോപെൻഡ 5 9ഉം 5ഉം 14. ഓക്കെ, അപ്പോൾ 14 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ഈ 14ന് പകരം നമ്മൾ B ആണോ BH ആണോ അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ സെൻട്രൽ മെറ്റൽ നോക്കാം. കൊബാൾട്ട് ആകുമ്പോഴത്തേക്ക് എത്ര ഇലക്ട്രോൺസ് ആണ് വരുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് വേണം നിങ്ങളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് പറ്റത്തില്ല. ഓക്കെ, അപ്പം എത്ര ഇലക്ട്രോൺസാണ്? കൊബാൾട്ട്, നിക്കൽ, കൊബാൾട്ട് ആകുമ്പോൾ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്. എത്ര എണ്ണമായി? 7 എണ്ണം. പിന്നെ ഒരു 2 കൂടെ കൂട്ടുക. ഡിയും എസും കൂടെ ചേർത്താണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. 2 കൂടെ ചേർക്കുമ്പോൾ 9 വെച്ച് 14. 14 നിങ്ങൾക്കറിയാം 13ന് പകരമാണ് നിങ്ങൾ B കൊടുക്കാൻ പറയുന്നത് അല്ലേ? 13ന് പകരം B, 14ന് പകരം BH. അപ്പോൾ 14ന് പകരം എന്ത് കൊടുക്കേണ്ട? BH. അപ്പോൾ ഈ COCPക്ക് പകരം നിങ്ങൾ കൊടുക്കേണ്ടത് BH എന്നാണ്. പക്ഷെ എത്ര എണ്ണം ഉണ്ടത്? 2 എണ്ണം ഉണ്ട്. അപ്പം ഞാൻ അത് ഇങ്ങോട്ട് എഴുതുന്നു. B4H6. COCPക്ക് പകരം BH. അത് എത്ര എണ്ണം? 2 എണ്ണം. ഇനി നേരത്തെ കണക്ക് തന്നെ ഇനി അറിയാമല്ലോ. ബോറോൺ 4ഉം 2ഉം 6, ഹൈഡ്രജൻ 6ഉം 2ഉം 8. എന്ത് കിട്ടും? B6H6 2-. 2 ഹൈഡ്രജനെ കളഞ്ഞാൽ മതിയല്ലോ. 2-. വിളിക്കുന്ന പേര് ക്ലോസോ. അപ്പോൾ ഇതാരാ? ക്ലോസോ ആണ്. അടുത്ത ചെയ്ത് നോക്കാം. ഇതാണ്. ഇതും നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് തോന്നുന്നു. B3H7 FeCO3 ട്വൈസ്. ഓക്കെ, ഞാൻ എന്താ FeCO3 മാത്രം എടുക്കുകയാണേ. FeCO3 കൗണ്ട് ചെയ്യാം. Fe എന്ന് പറഞ്ഞാൽ അയൺ. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ. 6 മീൻസ് 26. അപ്പം 6 കൂട്ടിയാൽ മതി. 6 പ്ലസ് CO മീൻസ് കൊബാൾട്ട് ആണ്. കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് നമുക്ക് ഇലക്ട്രോൺസിന് തരുന്നത്. ഓക്കെ, 6 അല്ല 8 ആണ് കേട്ടോ. സോറി, മൈ മിസ്റ്റേക്ക്. ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ അല്ലേ. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ 26. അപ്പോൾ 6ാമത്തെ ആളെ. പിന്നെ 2 കൂടെ കൂട്ടണം. അപ്പോൾ 8 എടുക്കേണ്ടത് അല്ലേ. 8 പ്ലസ് CO കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്ന ലിഗാൻഡാണ്. അങ്ങനെ എത്ര പേരുണ്ട്? 3 പേര്. അപ്പോൾ 3 പേര് 2 എണ്ണത്തിന് വെച്ച് കൊടുക്കുമ്പോൾ 6 എണ്ണമായി. 6 എണ്ണം. 8ഉം 6ഉം 14. അപ്പോഴും നിങ്ങൾ കൊടുക്കേണ്ടത് BH എന്നാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. B3H7 പിന്നെ ഇതിന് പകരം BH എന്ന് കൊടുക്കുന്നു. അത് എത്ര എണ്ണം? 2 എണ്ണം. B3H7 BH 2 എണ്ണം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. B ഇവിടെ 3ഉം ഇവിടെ 2ഉം കൂടെ ചേർന്ന് 5. H7ഉം 2ഉം 9. H9. ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് കൗണ്ട് ചെയ്യാം. B5H5 അല്ലേ. B 5 എണ്ണം, H 5 എണ്ണം, ബാക്കി H 5 എണ്ണം പോയാൽ ബാക്കി 4 എണ്ണം ഉണ്ട്. 4-. ഓക്കെ, അതേതാ? ക്ലോസോ നിഡോ.
അടുത്തിലോട്ട് പോവാം. അതായത് ഞാനിത് ഒന്ന് കാണിക്കാം, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. C2B4 H6 Ni PPH3 ടൈപ്സ്. പുറത്ത് രണ്ടൊന്നുമില്ല, ഇങ്ങനെയാണ് മോളിക്യൂൾ. ഇതിൽ രണ്ടുപേരെ നിങ്ങൾ മാറ്റണം. കാർബണെ മാറ്റണം, ഈ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടിനെ മാറ്റണം. കാർബണിനെ മാറ്റാൻ അറിയാമല്ലോ, BH. ആ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് നമുക്ക് ആദ്യം മാറ്റാം. ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ഇങ്ങനെയാണ്: NiPPH3 ട്വൈസ്. ഓക്കെ. നിക്കൽ, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ. എട്ടാമത്തെ ആൾ, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 10 പ്ലസ്. പിന്നെ PPH3 നമ്മുടെ കാർബൺ മോണോക്സൈഡ് അടക്കം 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 പേര് 2 ഇലക്ട്രോൺ വീതം ആകുമ്പോൾ 4 ആയി. 10 4 14 ഇലക്ട്രോൺ. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. അപ്പം ഈ NiPPH3 ടൈപ്സിനാണ് 14. അതായത് NiPPH3 ടൈപ്സിന് പകരം BH ആണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. BH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ കാർബണിന് പകരം BH ആണെന്ന് അറിയാമല്ലോ. ഓക്കെ. അപ്പോൾ ഞാൻ എഴുതുന്നു B4H6. പിന്നെ NiPPH3 പകരം BH, C2 പകരവും BH രണ്ടെണ്ണം എഴുതണം. ആ രണ്ടും ഈ NiPPH3 ഒന്നും കൂടെ ചേർന്ന് 3, മൊത്തം 3 BH. 2 എണ്ണം കാർബണിൻ്റെത്, 1 എണ്ണം NiPPH3 ട്വൈസിൻ്റെ, മൊത്തം 3 BH. എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇവിടെ 4 3 7 BH. B7 4 3 7, H 6 3 9. എന്ത് കിട്ടും? B7 H7 2-. ഇതേതാ? ക്ലോസോ. B7 H7 2-. ഓക്കെ. വീണ്ടും ഇതിലോട്ട് അത് കുറേ പേര് കിടക്കുന്നു കേട്ടോ. B4H8 FeCO3. ഇത് ആദ്യം കൗണ്ട് ചെയ്യാം. ഓക്കെ. FeCO3 കൗണ്ട് ചെയ്യാം. അയൺ, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ഇതാണ്ട് അയൺ 8 എടുത്തിട്ടുണ്ട്. 8 പ്ലസ്. നമ്മൾ നേരത്തെ ചെയ്തല്ലേ. B3H7 പകരം B4H8 ആണല്ലേ. 8 6 14. 14 BH ആണ് ഇതിന് പകരം എടുക്കേണ്ടത്. BH. അപ്പം B4H8 BH. ഈ FeCO3 ടൈപ്സ് മാത്രമല്ല, BH എന്ന് എടുത്താൽ മതി. നമ്മൾ ഓൾറെഡി പറഞ്ഞു BH എന്ന് എടുക്കാൻ. അപ്പം B5 അല്ലേ, B5 H9. അപ്പം എങ്ങനെ എഴുതാം? B5 H5 4-. B5 H5 4-. നീണ്ടോ. അടുത്തത്. ഓക്കെ. B3H8 അവിടെ ഉണ്ട്. പിന്നെ ബാക്കി വരുന്നത് ReCO4 ടൈംസ്. ഓക്കെ. ഇത് മാംഗനീസിന് താഴെ വരുന്ന ആൾക്കാരാണ്. മാംഗനീസ്, ടെക്നീഷ്യം, റീനിയം ഇങ്ങനെയാണ് വരുന്നത്. ഈ താഴെ വരുന്നവർ പഠിച്ചോണം കേട്ടോ. അതായത് സ്കാൻഡിയം, ഇട്രിബിയം, ലന്താനം, ടൈറ്റാനിയം, സിർക്കോണിയം, ഹാഫ്നിയം, നിയോബിയം, വനേഡിയം, നിയോബിയം, ടെൻഡാലം, ക്രോമിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ, മാംഗനീസ്, ടെക്നീഷ്യം, റീനിയം, അയൺ, റുദേനിയം, ഓസ്മിയം, കൊബാൾട്ട്, റോഡിയം, ഇറിഡിയം, നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം, കോപ്പർ, സിൽവർ, ഗോൾഡ്, സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ഈ താഴത്തുള്ള 3 പേരെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. റീനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്ന് അറിയണ്ടേ, ഏത് ഫാമിലിയാണെന്ന് അറിയണ്ടേ. മാംഗനീസിൻ്റെ ഫാമിലിയാണ്. മാംഗനീസ്, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ് 5, 5 2 7. അപ്പോൾ റീനിയത്തിനും 7 വരുന്നത്. 7 പ്ലസ് കാർബൺ മോണോക്സൈഡ് 2 എണ്ണം വെച്ച് 4 × 2 8. 8 8 16. അപ്പോൾ 8 7 15. 14 വരുമ്പോൾ BH ആണെങ്കിൽ 15 വരുമ്പോൾ BH2. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. അപ്പം ഓൾറെഡി അവിടെ B3H8 ഉണ്ട്. ഇനി അതിൻ്റെ കൂടെ BH2 കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം 3B 1B കൂടെ ചെയ്തപ്പോൾ 4B. 8 2 കൂടെ ചെയ്തപ്പോൾ 10. ഓക്കെ. ചെയ്യാം. ആദ്യമായിട്ട് വേറെ ഒരെണ്ണം കിട്ടി കേട്ടോ. B4H4 അല്ലേ, H4. പിന്നെ ബാക്കി എത്ര H ഉണ്ട്? 6H 6-. ക്ലോസോ നിഡോ അരാക്കിനോ. ഭാഗ്യം, അരാക്കിനോ നമുക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല. അടുത്ത ഇപ്പം അരാക്കിനോയും കിട്ടി. ഓക്കെ.
അടുത്ത ആളിലോട്ടോ ലാസ്റ്റ് വൺ ഒരെണ്ണം കൂടെ അവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് ചെയ്യാം നീലിൽ ചെയ്യാം. ലാസ്റ്റ് വൺ എന്താ നോക്കി, ആദ്യം B4H8 അത് അവിടെ തന്നെ കിടക്കട്ടെ. ബാക്കി ഇതിനെ മാറ്റാം നമുക്ക്. ഇത് കൊബാൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട് 27, 7ാമത്തെ ആൾ. പിന്നെ രണ്ടും കൂടെ ചേർക്കുമ്പോൾ 9 പ്ലസ് ഈ E5 എന്ന് കൊടുത്തേക്കുന്നുണ്ടോ, മീൻസ് 5 പേരെന്നാ. ഈ E5, E2, E3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ എണ്ണം അങ്ങ് എടുത്താൽ മതി. E5 എന്ന് പറയുമ്പോൾ 5 എണ്ണം, 9 5 14. ഓക്കെ, 14. അപ്പോൾ 14 ഇലക്ട്രോൺസിന് പകരം എടുത്താൽ മതി. 14 പകരം നമ്മൾ എടുക്കുന്ന BH എന്നാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു BH. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. B4H 8 എണ്ണം, അത് ഓൾറെഡി ക്വസ്റ്റ്യനകത്തുണ്ട്. അത് കൂടാതെ 2 ഒന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ BH എന്നങ്ങ് എഴുതിയാൽ മതി. BH. ഓക്കെ, അപ്പോൾ B മൊത്തം എത്ര എണ്ണമായി? ഇവിടുത്തെ 4 ഇവിടുത്തെ 1 കൂടെ ചേർന്ന് B 5 എണ്ണമായി. ഓക്കെ, പിന്നെ ഇവിടുത്തെ 8 ഇവിടുത്തെ 1 കൂടെ ചേർന്ന് 9 എണ്ണമായി. ഇനി B എണ്ണം തന്നെ ഹൈഡ്രജനും കൊടുക്കുക. B5H5 4- അല്ലേ, അതായത് H 5 എണ്ണം ഉണ്ട്. ഇനി ഒരു 4 എണ്ണം കളഞ്ഞാൽ ശരിയാവത്തില്ല. 4 എണ്ണം കളയുമ്പോഴത്തേക്ക് 4 പ്ലസ് പോയി, അപ്പം 4 മൈനസ് വരും. സോ B5H5 4-. 4 വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്തോ, ക്ലോസോ നിഡോ. അപ്പോൾ ഇതാണ് മെറ്റാലോബൊറൈൻസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് കാണും. ഈ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഈ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിച്ചിട്ട്, അത് നമ്മൾ പഠിച്ചിട്ടില്ല. നമുക്കത് ഓർഗാനോ മെറ്റാലിക്സിലാണ് നമ്മളതിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അവിടെയാണ് നമുക്ക് 18 ഇലക്ട്രോൺ റൂളൊക്കെ വരുന്നത്. ആക്ച്വലി ഈ ഒരു ക്ലസ്റ്റർ നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ ഓർഗാനോ മെറ്റാലിക്സിൻ്റെ കൂടാണ് പഠിക്കേണ്ടത്. പക്ഷെ നമ്മുടെ സിലബസിൽ ക്ലസ്റ്റേഴ്സിനെ കൊണ്ട് എടുത്ത് പറയുന്നതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ബോറോൺ ഹൈഡ്രേറ്റ്സ് ഇവിടെയാണ് നമുക്ക് എടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പം എണ്ണം വെക്കുക, എണ്ണം വെച്ചിട്ട് എത്ര ഇലക്ട്രോൺസ് ആണെന്ന് കണ്ടുപിടിക്കുക. അതിന് പകരം ബോറോണും ഹൈഡ്രജനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 13 ആണെങ്കിൽ 3 ആയിട്ട് പരിഗണിച്ച് ബോറോൺ കൊടുക്കുക. 14 ആണെങ്കിൽ 4 ആയിട്ട് പരിഗണിച്ച് ബോറോൺ ഹൈഡ്രജൻ കൊടുക്കുക. അങ്ങനെ കൊടുത്ത് നേരത്തെ കണക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്ലോസോ ആണോ നിഡോ ആണോ അരാക്കിനോ ആണോ എന്ന് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മൾ ഏതിൽ ചെയ്യുന്ന മെറ്റാലോബൊറൈൻസിൽ ചെയ്യുന്നത്. കഴിഞ്ഞ ഇതിനകത്ത് നമ്മൾ ചെയ്തതെന്ന് പറയുന്നത് ഇങ്ങനെയാണ് റീപ്ലേസ്മെൻറ്റ് വരുന്നത്. 13 പകരം B കൊടുക്കുക, 14 പകരം BH കൊടുക്കുക, 15 പകരം BH2, 16 പകരം BH3. നമ്മൾ ജസ്റ്റ് റീപ്ലേസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടിനെ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റിലോട്ട് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അതിന് തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറയുന്നത് കാർബൊറൈൻസ് ആണ്. അവിടെയും നമ്മൾ കാർബണിനും അല്ലെങ്കിൽ ആ ഫാമിലിക്ക് പകരം ബോറോൺ ഫാമിലിക്ക് മൊത്തം പകരം ബോറോൺ കൊടുക്കുന്നു. അതിൽ കാര്യം, ഈ അലൂമിനിയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ B എന്ന് കൊടുക്കുക. അതിനൊക്കെ തന്നെ ഗാലിയം വന്നാലും B എന്ന് കൊടുക്കുക. പിന്നെ 14ാമത്തെ ഗ്രൂപ്പ് കാർബൺ, സിലിക്കൺ, ജെർമീനിയം, ടിന്നിലെഡ്, ഇതിൽ ഏത് വന്നാലും BH എന്ന് കൊടുക്കുന്നു. നൈട്രജൻ്റെ ഏത് ഫാമിലി വന്നാലും BH2 എന്ന് കൊടുക്കുന്നു. ഓക്സിജൻ ഏത് ഫാമിലി വന്നാലും BH3 കൊടുക്കും. ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബോറോൺ ഹൈഡ്രേറ്റ്സിൻ്റെ കൂടെ നമ്മൾ ഹെട്രോബൊറൈൻസും പഠിച്ചു, കാർബൊറൈൻസും പഠിച്ചു, മെറ്റാലോബൊറൈൻസും പഠിച്ചു. ഇതെല്ലാം ബോറോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി നമ്മൾ കുറച്ച് ഷേപ്പിലോട്ടും പിന്നെ അതിനുശേഷം നമുക്ക് നമ്മളുടെ ഒരു സിംപ്ലസ്റ്റ് കോമ്പൗണ്ടായ ഡൈബൊറൈൻ്റെ സ്ട്രക്ചറും പ്രിപ്പറേഷനും നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള റൂൾസിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.